ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പുതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ കമൻറ്റിലുണ്ടായിരുന്നു എങ്ങനെയാണ് പോക്കറ്റ് വെക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവുന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പോക്കറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ പോക്കറ്റ് വെക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്നുണ്ടോ, പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് വെക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ കുർത്തിയുടെ നെക്കും സ്ലീവും എല്ലാം കഴിഞ്ഞ് ഇനി സൈഡ് കൂട്ടാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു സ്റ്റെപ്പ് വരെ എത്തിയതാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് ഞാൻ പോക്കറ്റ് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഫുള്ളി ഒന്ന് മോശം വശമാണ് പുറത്തേക്ക് ഇട്ടേക്കുന്നത്, അങ്ങനെ ഒന്ന് മടക്കി വെച്ചേക്കുവാണ്. ഉൾഭാഗത്ത് ഇനി മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോക്കറ്റിന് വേണ്ട ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻസ് എഴുതെടുത്തുനിന്ന് താഴേക്ക് വെക്കുക. ഞാനൊരു 18 ഇഞ്ച് ഇറക്കത്തിലാണ് കേട്ടോ പോക്കറ്റ് വെക്കുന്നത്. ഒരുപാട് ഇറങ്ങിപ്പോയാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഒരു 18 ഇഞ്ച് പാകമായിരിക്കും. 18-19 ഇഞ്ച് ആ ഒരു ഇറക്കത്തിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പം ആ ഒരു ഇറക്കം ഞാൻ മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴേക്ക് ഒരു 6 ഇഞ്ച് ഓപ്പണിംഗ് ആണ് കേട്ടോ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു 6 ഇഞ്ചും കൂടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഈ ടോപ്പിലേക്ക് ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് സൈഡിൽ ജോയിൻ ചെയ്യേണ്ടതൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടം വരെ അടിച്ച് നിർത്താവുള്ളൂ. എന്നിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് വേണ്ടത്. ആ പോക്കറ്റിന് വിട്ട ഗ്യാപ്പ് അടിച്ച് ഫിനിഷ് ചെയ്യരുത് കേട്ടോ. ഇപ്രവശത്ത് പോക്കറ്റ് വെക്കാത്തത് കൊണ്ട് ഫുള്ളി ഞാൻ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ സൈഡ്സൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കണ്ടില്ലേ, ആ പോക്കറ്റിൻ്റെ ആ ഒരു ഗ്യാപ്പ് മാത്രം അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കിയുള്ളവിടെ ഫുള്ള് ഞാനൊന്ന് ജോയിൻ ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ സൈഡ് ഈ തയ്യൽ തുമ്പുണ്ടല്ലോ, അതൊന്ന് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഫുള്ളി കട്ട് ചെയ്തെടുക്കരുത്, കാരണം കുറച്ച് തയ്യൽ തുമ്പ് നമ്മൾ വിടണം. എന്തെങ്കിലും വണ്ണത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് വിടണം. എന്നിട്ട് കുറച്ചവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊന്ന് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കാരണം പോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അങ്ങനെ നീറ്റായിട്ട് കട്ട് ചെയ്യാൻ പിന്നെ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒന്ന് നീറ്റാക്കി വെക്കുന്നത്. ഇനി പോക്കറ്റിനുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലൊരു പീസ് എടുക്കാം. അപ്പം അതിൻ്റെ ഉൾഭാഗമാണ് നല്ല വശമായിട്ട് വരുന്നത് കേട്ടോ. അപ്പം നല്ല വശവും ചേർത്ത് വരുന്ന രീതിയിൽ വേണം ഇങ്ങനെ മടക്കിയിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 പീസ് എടുത്തതിന് ശേഷം, ഇതിപ്പോൾ ഒറ്റ പീസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം 2 സെപ്പറേറ്റ് പീസാണെങ്കിലും നല്ല വശം ചേരുന്ന രീതിയിൽ ഇടുക കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ നേരത്തെ എടുത്തത് ഒരു 6 ഇഞ്ച് ഗ്യാപ്പായിരുന്നല്ലോ പോക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഇതൊന്ന് കവർ ചെയ്തെക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടി 8 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ ഗ്യാപ്പ് ഇടുന്നത്. അപ്പം ആ ഒരു 8 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ മാർക്ക് ചെയ്ത് കൊടുത്തുന്നത് നമുക്ക് വേണ്ട പോക്കറ്റിന് ഷേപ്പിനനുസരിച്ചൊന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോക്കറ്റിന് വേണ്ട ഷേപ്പിനനുസരിച്ചൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയും കൂടെ ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് പോർഷൻ ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ അത് മടക്കി അടിക്കുമ്പം അതിൻ്റെ മോശം വശത്തേക്ക്, ഇപ്പോൾ ഉൾഭാഗമാണല്ലോ നമ്മുടെ നല്ല വശമായിട്ട് വരുന്നത്, അപ്പോൾ അതിൻ്റെ പുറം വശത്തേക്ക് മടക്കി അടിക്കണം. മോശം വശത്തേക്കായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കണം കേട്ടോ. ഇതുപോലെ ഞാൻ കാണിക്കുന്ന വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചെടുക്കുക. ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൻ്റെ റൈറ്റ് സൈഡും റോങ് സൈഡും ഒക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് വീഡിയോയിൽ ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ, ഏതാണ് അതിൻ്റെ നല്ല വശം മോശം വശം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഇത് നമ്മുടെ ഡ്രസ്സിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ആ പോക്കറ്റിന് വേണ്ടിയിട്ട് ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു പ്ലേസ് ഇതുപോലെ എടുത്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു തയ്യൽ തുമ്പ് എടുത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഇതുപോലെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് മറ്റേ തയ്യൽ തുമ്പിലാണ് ആദ്യം അടിച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പം ഇതുപോലെ ഇതിനകത്തേക്ക് തയ്യൽ കയറാനും പാടില്ല, അതുകൊണ്ട് അത് പിന്നെ വെച്ചൊന്ന് മാറ്റി സെക്യൂർ ചെയ്ത് വെക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഒരു പോക്കറ്റ് എടുക്കുക. അത് പോക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ താഴേക്കുള്ള ഭാഗം തിരിച്ച് വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് കൈ ഇടുമ്പോൾ താഴേക്കാണുള്ള ഗ്യാപ്പ് വരണ്ട. ഇതിനകത്ത് കാണുന്ന പോലെ ഈ ഒരു ഷേപ്പിൽ തന്നെ പോക്കറ്റ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ വെച്ചതിന് ശേഷം ആ അടിപ്പ് വരുന്നതുണ്ടല്ലോ, നമ്മൾ മടക്കി അടിച്ച ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലല്ല, തുണിയിനോട് ചേരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ വെക്കുക. കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം വൃത്തികേടായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു സൈഡിൽ കൂടിയാണ് അടിച്ചെടുക്കേണ്ടത്. അടിക്കുമ്പം ഇപ്പുറത്തെ പീസിലേക്ക് ഒട്ടും കയറാൻ പാടില്ല കേട്ടോ. കയറി കഴിഞ്ഞാൽ അവിടെ ക്ലോസ്ഡ് ആയി പോകും. അത് കയറാണ്ട് ആ സൈഡിലൂടെ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യത്തെ ഈ ഒരു പീസ് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, മറ്റേ പീസിലേക്ക് അങ്ങനെ കയറിയിട്ടില്ല. അവിടെ വരെയുള്ളൂ കേട്ടോ ഗ്യാപ്പ്. ഞാൻ കുറച്ചൊന്ന് അങ്ങോട്ട് കയറ്റിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ വെക്കണം കേട്ടോ. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ തയ്യൽ തുമ്പിലും ഇതുപോലെ അടുത്ത പീസ് വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ തുണി ഇതുപോലെ തന്നെ നേരെ തിരിച്ചിടുക. അതിനുശേഷം നേരത്തെ വെച്ച പോലെ തന്നെ പിന്നെ വെച്ച് സെക്യൂർ ചെയ്യണമെങ്കിൽ അങ്ങനെയൊന്നും ചെയ്ത് വെക്കാം, തയ്ക്കാൻ കൂടുതൽ എളുപ്പത്തിനായിട്ട്. എന്നിട്ട് ഇപ്പുറത്തെ തയ്യൽ തുമ്പിലോട്ടും കണ്ടില്ല, മടക്കിയ ഭാഗം ഞാൻ താഴെ വരുന്ന രീതിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇപ്പുറത്തെ ഭാഗത്തേക്കും കറക്റ്റായിട്ട് വെക്കുക. പിന്നെ അതിൻ്റെ ഷേപ്പ് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെയും ആ സൈഡിൽ കൂടെ അടിച്ചെടുക്കണം. മറ്റേ പീസിലേക്ക്
ഒട്ടും സ്റ്റിച്ച് കയറാത്ത രീതിയിൽ. അങ്ങനെ നമ്മുടെ 2 പോക്കറ്റും ഇപ്പം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഭയങ്കര സിമ്പിളാണ്. ഇനി ജസ്റ്റ് ഇതൊന്ന് അതിൻ്റെ സൈഡ്സ് ജോയിൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗ്യാപ്പും അവിടെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഗ്യാപ്പൊന്നും ക്ലോസ് ആയി പോയിട്ടില്ല. സോ ഇനി ഇത് 2 പീസും ഇങ്ങനെ ഒന്ന് ചേർത്ത് വെക്കുക. അതിന് ശേഷം നമ്മളിപ്പം ഓൾറെഡി നമ്മുടെ വണ്ണം അടിച്ച ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഞാൻ എൻഡ് ചെയ്ത സ്റ്റിച്ചിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യണത്, അല്ലാണ്ട് തന്നെ. കാരണം നമ്മൾ 6 ഇഞ്ചാണ് സാധാരണ എടുത്തത്, ഇതിന് 8 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്. അപ്പം ആ ഒരു വണ്ണം അടിച്ച് വന്ന ആ സ്റ്റിച്ചിൽ നിന്ന് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഫുള്ള് ഇങ്ങനെ അടിച്ചടിച്ച് വന്ന് പിന്നെ ഇപ്പുറ സൈഡിലും ആ വണ്ണം അടിച്ച് ആ സ്റ്റിച്ചിൽ വരെ കൊണ്ട് നിർത്തുവാണ് കേട്ടോ ചെയ്യുന്നത്. ഒട്ടും അപ്പുറത്തേക്കും കയറാൻ പാടില്ല. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുവാണ് കേട്ടോ വേണ്ടത്. ഞാനിതിപ്പം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഉൾഭാഗത്ത് നോക്കുമ്പോഴും നല്ല നീറ്റായിട്ട് തന്നെയായിരിക്കും നമ്മുടെ പോക്കറ്റ് ഇരിക്കും. ഇനി നമുക്കിത് ലോക്ക് ചെയ്ത് കൊടുക്കാൻ കൂടെ ചെയ്താൽ മതി. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ പോക്കറ്റ്. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.